നമസ്കാരം. പിന്നീട് അതിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു E20 പെട്രോളിനെ കുറിച്ചിട്ടുള്ളത്. E20 പെട്രോൾ നമ്മൾ ഉപയോഗിച്ചാലുള്ള കേടുപാടുകളും മറ്റും എന്താണെന്നുള്ളത് ഞാനൊന്ന് വിവരിച്ചു തരാം, എൻ്റെ അറിവിലുള്ളത്. പക്ഷേ ഇത് പ്രീമിയം പെട്രോളും ഇത് E20 പെട്രോളും. E20 പെട്രോളിന് ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഇത് അടിഞ്ഞു കിടക്കും. പക്ഷേ ഈ പെട്രോളിൻ്റെ കൂട്ടത്തിൽ മിക്സായി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഈ പെട്രോൾ നമ്മൾ അടിച്ച ഉടനെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ അതിൽ കൂടെ അത് എൻജിൻ പ്രവർത്തിച്ച് അതങ്ങ് പോകും. അതേ സമയത്ത് നമ്മൾ വെച്ചിരിക്കുമ്പോഴത്തേക്ക് പെട്രോൾ ടാങ്കിൻ്റെ അടിവശത്തും എത്തനോൾ അടിയും, കാർബേറിനകത്തും അടിയും. പിന്നീട് ഇതിൽ വരുന്ന കംപ്ലൈൻ്റ് എന്ന് വെച്ചിരുന്നാൽ ഈ കാർബേറിൻ്റെ പൈലറ്റ് ജെറ്റ് ഉണ്ട്. ഈ പൈലറ്റ് ജെറ്റിൻ്റെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾ അടഞ്ഞു പോകും. മെയിൻ ജെറ്റിലുള്ള ഹോളും അടയും. പിന്നീട് ഈ കാർബേറിൻ്റെ ഫ്ലോട്ട് വാൽവ്, ഈ കാർബേറിൻ്റെ അടിവശത്ത് പെട്രോൾ ഇങ്ങോട്ട് ഓവർഫ്ലോ ആയി പോകും. പക്ഷെ അത് അപകടം വരും. അതിനകത്ത് ഈ വാഹനം തീ പിടിക്കാനായിട്ടുള്ള ഇത് വരും. പിന്നീട് ഈ കാർബേറിനകത്ത് എത്തനോൾ അടിയുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഫംഗസ് വരും. അതേപോലെ തന്നെ പെട്രോൾ ടാങ്കിനകത്തും അന്തരീക്ഷത്തിലെ വായുവിൽ നിന്നുള്ള ഈർപ്പം ഇതിനകത്ത് എത്തനോളിൽ കിടക്കും. എത്തനോളിൽ ഫോം ചെയ്തതിന് ശേഷം പിന്നീട് ഇത് രാസപ്രവർത്തനം നടന്ന് പെട്രോൾ ടാങ്ക് ദ്രവിച്ചു പോകും. എല്ലാ പെട്രോൾ ടാങ്കും ദ്രവിച്ചു പോകും. അതേപോലെ തന്നെ ഈ ഫ്ലോട്ട് വാൽവില്ലെന്ന് വെച്ചിരുന്ന ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഇതിപ്പോൾ ക്ലാസിക് 380 ഫ്ലോട്ട് വാൽവാണ്. ഫ്ലോട്ട് വാൽവിൻ്റെ അറ്റത്ത് ഇതിൻ്റെ ടിപ്പിൽ സിന്തറ്റിക് ആയിട്ടുള്ളത് റബ്ബറാണ്. ഈ റബ്ബർ ഒറിജിനലിന് വലിയ കംപ്ലൈൻറ്റ് വരില്ല. ഇതേപോലെ ഒറിജിനൽ തന്നെ വാങ്ങിച്ചിടാം. പക്ഷേ കുറഞ്ഞത് ഒരിക്കലും നമ്മൾ വാങ്ങരുത്. ഈ ടിപ്പിൽ തന്നെ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഈ ടിപ്പിൽ ഫംഗസ് വരും. ഈ രണ്ട് സ്ഥലത്ത് ഫംഗസ് വന്ന് ഈ ഫ്ലോട്ട് പൊങ്ങി ബ്ലോക്ക് ആവാതെ ഇരിക്കുമ്പോഴത്തേക്ക് കാർബറേറ്റർ ചേമ്പറിൻ്റെ ഈ കാണുന്ന ചേമ്പറിൻ്റെ അടിവശത്തുള്ള ബ്രീത്തറിൽ കൂടെ പെട്രോൾ അങ്ങ് പുറത്തോട്ട് പോകും. അത് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം തീ പിടിക്കാനും മറ്റും ഇത് അനുഭവപ്പെടും. പിന്നെ അതേപോലെ തന്നെ ഈ കാർബേറിൻ്റെ ബട്ടർഫ്ലൈ വാൽവ് സ്റ്റക്കായി പോകും. പോയി ആ വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വാഹനം ആക്സിലേറ്റർ നമ്മൾ കുറച്ച് ക്ലോസ് ചെയ്ത് നമ്മളൊന്ന് സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ നോക്കിയാൽ സ്പീഡ് കുറയില്ല. ഇത് സ്റ്റക്കായിരുന്ന വാഹനം വരുന്ന ആ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതും അപകടത്തിന് കാരണമാവുകയാണ്. പിന്നീട് ഈ വാഹനം തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എല്ലാ കസ്റ്റമർക്കും ഒരു ആശ്വാസം കിട്ടാനും പിന്നീട് ഇതിനൊരു ചെറിയ പരിഹാരം കാണാനായിട്ടെന്ന് വെച്ചിരുന്ന ഒരു 5 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ട്യൂറ്റി ഓയിൽ, പെട്രോളിൻ്റെ കൂടെ ഒഴിക്കുന്ന ട്യൂറ്റി ഓയിൽ നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പെട്രോൾ എടുത്ത് ഇതിൽ നിന്ന് ഒരു 50 മില്ലി പെട്രോൾ ട്യൂറ്റി ഓയിൽ പെട്രോളിലോട്ട് നമ്മൾ ഒഴിച്ച് നല്ലവണ്ണം ഷേക്ക് ചെയ്തിട്ട് ടാങ്കിനകത്ത് ഒഴിച്ചിരുന്ന പെട്രോൾ ടാങ്കും തുരുമ്പിക്കില്ല. ഇതിനകത്ത് വരുന്ന ഫംഗസ് കുറയാനായിട്ടുള്ള കുറയും. പക്ഷെ അങ്ങനെ കുറച്ചൊരു ആശ്വാസം നമുക്ക് ഇതിനകത്ത് കിട്ടും. പക്ഷെ അത് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട്, നല്ല വിദഗ്ധരായിട്ടുള്ള മെക്കാനിക്കുകളെ സമീപിച്ച് ഈ വാഹനത്തിൻ്റെ ഏത് വാഹനം വരുന്നാലും ആ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്കും കാർബറേറ്ററും എല്ലാം നല്ലവണ്ണം തിന്നറിൽ ക്ലീൻ ചെയ്യണം. തിന്നറിൽ ക്ലീൻ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചാൽ ഇതിനൊരു പരിഹാരം നമുക്ക് കാണും. പക്ഷേ അതിനോടൊപ്പം ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം.